സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷക സ്വീകാര്യത നേടിയ ക്രിയേറ്റേഴ്സിനെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ വാഴ എന്ന ചിത്രം കളിയും കാര്യവും പറഞ്ഞുകൊണ്ടാണ് മുന്നേറുന്നത്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന പാടെ തന്നെ ഈ സിനിമയുടെ തീം എന്താണെന്ന് ഏതാണ്ട് വ്യക്തമായിരുന്നു. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ടാഗ്ലൈൻ കൂടിയായപ്പോൾ പടം സെറ്റാണെന്നാണ് കണ്ടവർ പറയുന്നത്. യാതൊരുവിധ താരനിരകളുമില്ലാത്ത ഈ കൊച്ചു സിനിമ മിക്ക തിയേറ്ററുകളിലും ഫുൾ ഓക്യുപ്പൻസിയോട് കൂടിയാണ് കളിക്കുന്നത്. ബോറടിപ്പിക്കാത്ത രസികൻ അവതരണമാണ് ചിത്രത്തിന്റേത്. ഒരു ഭാഗത്തു നിന്ന് ചിരിപ്പിച്ചു തുടങ്ങി മറുഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും കണ്ണ് നനയിക്കുന്ന വൈകാരിക രംഗങ്ങളിലേക്കും വാഴ കൊണ്ടുപോകുന്നുണ്ട് പ്രേക്ഷകരെ. ഇമോഷണൽ സീനുകളൊക്കെ പ്രേക്ഷകരുടെ മനസ്സ് തൊടുന്ന വിധം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജോമോൻ ജ്യോതിർ, ഹാഷിർ, അനുരാജ്, സിജു സണ്ണി, സാഫ് ബ്രോസ് തൊട്ടുള്ളവരും പേരറിയാത്ത ഒരു കൂട്ടം ആളുകളുമെല്ലാം അടിമുടി വാഴയിൽ ആറാടിയിട്ടുണ്ട്. ജഗദീഷ്, നോബി, അസീസ്, കോട്ടെ നസീർ, ജിബിൻ ഗോപിനാഥ് എന്നിവരുടെ വേറിട്ട ഗംഭീര പ്രകടനങ്ങളും എടുത്തു പറയേണ്ടതാണ്. ഒരു യൂത്ത് എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് വേണ്ട കഥാഘടകങ്ങൾക്കൊപ്പം കുടുംബ പ്രേക്ഷകരെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള സ്ക്രിപ്റ്റ് ഒരുക്കാൻ വിപിൻ ദാസിന് കഴിഞ്ഞിട്ടുണ്ട്. ഗൗതമന്റെ രഥം അവസാനിക്കുന്നിടത്ത് തോന്നിപ്പിച്ച പ്രതീക്ഷയ്ക്ക് വാഴയിലൂടെ ഒരു മികച്ച തുടർച്ച നൽകാൻ സംവിധായകൻ ആനന്ദ് മേനോനും സാധിച്ചു. അതുപോലെ സിനിമയുടെ കഥാഗതിക്കും മൂഡിനുമനുസരിച്ചൊപ്പം സഞ്ചരിക്കുന്ന പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒക്കെ കയ്യടി നേടുന്നു. എന്തായാലും ഈ വാഴ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അത് തെളിയിക്കുന്നതുമാണ് വാഴയുടെ കളക്ഷൻ. 3 ദിവസം കൊണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയത് 5,40,00,000 രൂപയാണ്. ഓഗസ്റ്റ് 15 റിലീസ് ചെയ്ത വാഴ 1,44,00,000 രൂപയാണ് റിലീസ് ദിനത്തിൽ മാത്രം സ്വന്തമാക്കിയത്. 3 ദിവസം കൊണ്ട് GCC രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ 1 കോടി പിന്നിട്ടതായും ബോക്സ് ഓഫീസ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. അടുത്ത വീക്കെൻഡോടെ വാഴയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 10 കോടി കടക്കുമെന്നാണ് പ്രതീക്ഷ. WBTS പ്രൊഡക്ഷൻസ്, ഇമാജിൻ സിനിമാസ്, ഐക്കൺ സ്റ്റുഡിയോസ്, സിഗ്നേച്ചർ സ്റ്റുഡിയോസ് എന്നീ ബാനറിൽ വിപിൻ ദാസ്, ഹാരിസ് ദേശം, PB അനീഷ്, ആദർശ് നാരായണൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിലെ അതിമനോഹരമെന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നൊസ്റ്റാൾജിയ ഘടകം കൊണ്ടാണ് പ്രേക്ഷകരുടെ ഇടയിൽ ഗാനത്തിന് ഇത്ര ശ്രദ്ധ നേടിയെടുക്കാൻ കഴിഞ്ഞത്.